ഇന്ന് ഞാനൊരു വാട്സപ്പ് കഥ പറയാം. ഒരു സ്ത്രീയും പുരുഷനും ഫോണിൽ ചാറ്റ് ചെയ്യുകയായിരുന്നു. അവർ സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു, കേട്ടോളൂ. ഇവിടെ ഭയങ്കര തണുപ്പാണ്, അവിടെയോ? ഹോ, എന്തൊരു ചൂടാണ്. ഫ്രിഡ്ജ് തുറന്നു വെച്ച് കുറച്ച് തണുപ്പ് കൊള്ളുകയാ ഞാൻ. ഇപ്പോൾ എപ്പോഴും വാട്സപ്പിലാണല്ലോ. ഓ അതോ, എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്, ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുമുണ്ട്. എനിക്ക് സമയം പോകണ്ടേ? നിങ്ങൾക്കോ? ഓ, എനിക്കാകെ 5-6 പേരേ ഉള്ളൂ ഫ്രണ്ട്സായിട്ട്, 1-2 ഗ്രൂപ്പും. എന്നാൽ അവരെല്ലാം ഓരോ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എന്നെയും അതിൽ ചേർക്കും. എന്തൊരു അക്രമമാണല്ലേ. നിനക്കിങ്ങനെയുള്ള പ്രശ്നം വല്ലതുമുണ്ടോ? ഓ, ഞാനേ ഒരു ടെറർ ക്രിയേറ്ററാണ്. കവിത ഗ്രൂപ്പ്, പാചക ഗ്രൂപ്പ്, ലിപ്സ്റ്റിക് ഗ്രൂപ്പ്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും ആഡ് ചെയ്യും. ഭയങ്കര രസമാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി. എന്ന് രാത്രി 12 മണിക്ക് ശേഷം പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ കയറാൻ സാധിക്കുമോ, അന്ന് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കൂ. ഓ, നീ ഒരു ജീവിച്ചിരിക്കുന്ന ഗാന്ധിജിയാണ്. ശരി, നിങ്ങൾ കഴിച്ചോ? ഇല്ല, എന്റെ വൈഫ് ആ ശിക്ഷ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീയോ? ഓ, ഞാൻ എന്റെ ഭർത്താവിന് ദോശ ചുടുകയാണ്. സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ദോശ ചുടുവാണോ? ഗാന്ധിജിയൊക്കെ എവിടെ പോയി? ഹലോ, എന്റെ ഭർത്താവ് വളരെ നല്ലവനാണ്. എനിക്ക് വേണ്ടി തേങ്ങാ തിരുമ്മി ചമ്മന്തി അരയ്ക്കും ഇപ്പോൾ, അറിയാമോ? നീ സോപ്പിട്ടാൽ ഞാൻ അങ്ങ് മയങ്ങുമെന്നോർത്തോ? എനിക്ക് ചമ്മന്തി വേണ്ട, പഞ്ചസാരയിട്ട് ഞാൻ ദോശ കഴിച്ചുകൊള്ളാം. AC റൂമിൽ കയറിയിരുന്ന് തണുക്കുന്നു എന്നും പറഞ്ഞിരിക്കാതെ ഇറങ്ങി വേഗം വാ. ഉത്തരവ് മഹാറാണി, ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവ് കിച്ചണിലേക്ക് വന്നു. ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ വീട്ടിൽ 2 ഇടങ്ങളിലിരുന്ന് പരസ്പരം ചാറ്റ് ചെയ്യുന്നതും കളിയാക്കുന്നതും തമാശ പറയുന്നതുമെല്ലാം അവരുടെ ദാമ്പത്യത്തെ കരുത്തും മധുരവുമുള്ളതുമാക്കും. ഇവരുടെ സംസാരം കണ്ടപ്പോൾ എനിക്ക് ബൈബിളിലെ ഉത്തമഗീത പുസ്തകത്തിലെ ഒരു വാക്യം ഓർമ്മയിലേക്ക് വന്നു. എന്റെ പ്രിയൻ എന്നോട് പറയുന്നത്, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു.